മലയാളി മനസ്സറിഞ്ഞ് സന്തോഷിച്ച ഒരു കാഴ്ചയിലേക്കാണ് ഇനി. കുഞ്ഞുങ്ങൾ താരങ്ങളാകുന്ന വൈറൽ വീഡിയോകൾ എവിടെ കണ്ടാലും തത്സമയം റിപ്പോർട്ടറിൽ എത്തിക്കാറുണ്ട്. നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. അതിന് നമ്മൾ ഒരു അതിർത്തിയും നോക്കാറില്ല. ഭാഷയുടെയോ നാടിൻ്റെയോ ഒന്നും അതിർത്തികൾ നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, മാതൃഭൂമി ന്യൂസ് കുടുംബത്തിൽ നിന്ന് ഒരു വൈറൽ ബോയ് ഉണ്ടായാലോ? പ്രേക്ഷകർ മിക്കവാറും കണ്ടു കാണും. ആലായാൽ തറ വേണം എന്ന പാട്ട് പാടുന്ന ജാദവ് കൃഷ്ണൻ എന്ന 4 വയസ്സുകാരനെ. മാതൃഭൂമി ന്യൂസിലെ വിഷ്വൽ എഡിറ്റർ വൈശാഖ് കൃഷ്ണന്റെ മകനാണ് ജാദവേദ്. ഈ പൈങ്കിളി കുഞ്ഞിൻ്റെ അച്ഛൻ വൈശാഖ് കൃഷ്ണനുണ്ട്. വൈശാഖ് കൃഷ്ണൻ എപ്പോഴും വിഷ്വൽ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായി കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന വൈശാഖ് ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇങ്ങനെ പ്രേക്ഷകർക്ക് വേണ്ടി നിൽക്കുന്നത് ഈ കുഞ്ഞിൻ്റെ പേരിലാണല്ലോ. ആ സന്തോഷം തന്നെ വളരെ വലുതാണെന്നറിയാം. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കായാലും വേഗം തോന്നുന്നത് ആ കുഞ്ഞിനെ ഓടിച്ചെന്ന് എടുക്കാനാണ്. എനിക്കും അത് തന്നെ തോന്നി. ഞാനിന്ന് അക്കാര്യം വൈശാഖിനോട് പറയുകയും ചെയ്തിരുന്നു. കുഞ്ഞ് നന്നായി പാടുന്നുണ്ട് വൈശാഖെ. എന്താണ് ഇവന്റെ ഈ പാട്ടുമായിട്ടുള്ളൊരു ബന്ധം? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വൈശാഖിന് പറയാനില്ലേ? ഒന്ന് പറയാമോ? ചേച്ചി, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് വേദുവിൻ്റെ ഗുരു എന്ന് പറയണത്. കാരണം അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന പാട്ടുകളാണ് വേദു പഠിച്ച് പാടുന്നത്. പിന്നെ മാക്സിമം യൂട്യൂബ് നോക്കിയിട്ടായാലും ഇങ്ങനെ ഓരോരോ പാട്ടുകൾ അമ്മ പാടുന്ന പാട്ടുകളായാലും, ഇപ്പോൾ ആലായൽ തറ വേണം തന്നെ പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ മറ്റേ നെടുമുടി വേണു പാടുന്ന പാട്ട് കണ്ടിട്ട് പഠിച്ചിട്ട് അമ്മ പാടിക്കൊടുക്കും. എന്നിട്ടാണ് അത് പഠിക്കണത്. എല്ലാ പാട്ടുകളും മാക്സിമം എല്ലാ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് കണ്ടാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ മൈക്കൊന്നും ആളിനൊരു പേടിയേ ഇല്ല അല്ലേ? ഇല്ല, അയ്യോ, അങ്ങനെ ഒരു പേടിയ സംഭവമില്ല. ഏത് ക്രൗഡിന്റെ മുമ്പിലും ചെന്നാലും അങ്ങോട്ട് തകർത്ത് പാടും. പാട്ടുകാരനാണ്, മിടുക്കനാണെന്നതിലപ്പുറം ആളൊരു തികഞ്ഞ പെർഫോമറാണ് കേട്ടോ. ഇത് ഈ അവസരങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് അവന്റെ ഭാവി ജീവിതം സംഗീതവുമായിട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ പരിപാടി? തീർച്ചയായിട്ടും. അത് എന്താ പറയുക, ഞാനൊരു സംഗീത കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. എൻ്റെ അമ്മ എന്താ പറയുക ശാസ്ത്രീയ സംഗീത ടീച്ചറാണ്, ചെമ്പൈ ഗാനഭൂഷണാണ്. അപ്പം അമ്മയാണ് നമുക്ക് എല്ലാവർക്കും ബാലപാഠങ്ങൾ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അമ്മയുടെ ശിക്ഷണം തന്നെയാണ് ഇനിയും വേദുവിന് ഉണ്ടാവാൻ പോണത് തന്നെ. വളരെ സന്തോഷം വൈശാഖെ. ആ കുഞ്ഞിങ്ങനെ സംഗീതത്തിലേക്ക് പിച്ച വെച്ച് ഒരു മിടുക്കനായി, ലോകമറിയുന്ന ഒരു ഗായകനായി, സംഗീതജ്ഞനായി മാറട്ടെ. എല്ലാ ആശംസകളും കുഞ്ഞിനും ഒപ്പം വൈശാഖിനും. താങ്ക് യു. എത്ര സന്തോഷകരമാണ് ഇതുപോലെ ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ. ചെറിയ കുഞ്ഞാണ്, അവൻ എത്ര താളത്തിലാണ് അത് പാടുന്നത്. സംഗീതത്തെക്കുറിച്ചൊന്നും പറയാൻ എനിക്കൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും അവൻ ആ പാടുന്നത് കാണുമ്പോൾ, ഈ പറഞ്ഞ പോലെ പെർഫോമറാണ് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അത് ഏത് കുഞ്ഞായാലും സന്തോഷമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കുറച്ച് കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും.